السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونتوكل عليه. نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الرحمن علم القرآن خلق الإنسان علمه البيان. الشمس والقمر بحسبان والنجم والشجر يسجدان. والسماء رفعها ووضع الميزان ألا تطغوا في الميزان. صدق الله مولانا العلي العظيم. اللهم صل على رسولك سيدنا محمد الفاتح لما أغلق الخاتم لما سبق ناصر الحق بالحق الهادي إلى صراطك المستقيم حق قدره العظيم ومقداره العظيم وعلى آله وصحابه واتباعه إلى يوم الدين وسلم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ചയിൽ നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിലും നാം ഏവരെയും അല്ലാഹു ഒരുമിപ്പിക്കട്ടെ. എല്ലാവിധ ദോഷങ്ങളിൽ നിന്നും അല്ലാഹു പുറത്തു മാപ്പാക്കുകയും ദീർഘായുസ്സോടെയും ആഫിയത്തോടെയും ജീവിക്കാനും അവസാനം അവൻ്റെ തൃപ്തിയിലായി മരിക്കാനും അല്ലാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഹ്മാനിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് ഓതിക്കേൽപ്പിച്ച ആയത്തുകൾ. വളരെ പ്രധാനപ്പെട്ട ചില ചിന്തകളെ ഉണർത്താനും കൂടിയാണ് ഇന്ന് ഈ ആയത്തുകളെ നിങ്ങളുടെ മുമ്പിൽ ഓതിക്കേൽപ്പിച്ചത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 98 വർഷം പൂർത്തീകരിച്ച് അതിൻ്റെ 100ാം വാർഷികത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ വിപുലമായ വിദ്യാഭ്യാസ സാമൂഹിക മുന്നേറ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് അതിൻ്റെ വിദ്യാഭ്യാസ ബോർഡും അതിനോട് ചേർന്നു നിൽക്കുന്ന അധ്യാപകരുമാണ്. സമസ്തയുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ പ്രത്യേകം സൂചിപ്പിച്ച പ്രകാരം മുഅല്ലിം ഡേ, അതായത് ഈ വരുന്ന ജൂലൈ 7 നടക്കേണ്ട മുഅല്ലിം ഡേ സംബന്ധിയായും അതോടൊപ്പം മുഅല്ലിമീങ്ങളെക്കുറിച്ചുമൊക്കെ സൂചിപ്പിക്കാൻ ആവശ്യപ്പെടുകയുണ്ടായി. പ്രധാനമായും നമ്മൾ ഓർക്കേണ്ടത് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട നാഴികക്കല്ലായി മാറിയത് സമസ്ത ഉണ്ടാക്കിയെടുത്ത ഈ മതവിദ്യാഭ്യാസ രംഗത്തുള്ള മുന്നേറ്റങ്ങളാണ്. അതോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ് ആധുനികമായ വിദ്യാഭ്യാസ രീതികളെല്ലാം തന്നെ പഠിക്കാനും അങ്ങനെ ഒരു പ്രബുദ്ധമായ ഒരു ജനതയായി മുസ്ലിങ്ങൾ വാർത്തെടുക്കപ്പെടാനും പ്രധാനപ്പെട്ട കാരണം അതാണ്. എന്നും എല്ലാ കാലത്തും ഇസ്ലാം അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി കാണിച്ചു തന്നത് ഈ പ്രബോധന മാർഗത്തിലെ ഏറ്റവും വലിയ ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് തന്നെ ഈ പ്രബുദ്ധതയാണ്, അധ്യയനമാണ്. പഠിപ്പിച്ചുകൊണ്ടാണ്, പഠിപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ്, പഠിപ്പിക്കുന്ന ഒരു പ്രവാചകനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് സംവദിച്ചത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ അള്ളാഹു പരിചയപ്പെടുത്തുമ്പോഴും അള്ളാഹു പറഞ്ഞത് നിങ്ങൾക്കായി, നിങ്ങളെ പഠിപ്പിക്കാനും സംസ്കരിക്കാനുമായി ഒരു പ്രവാചകൻ വരുന്നു എന്നാണ്. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്നാണ്. ശരിക്കൊരു അധ്യാപകൻ്റെ, ഒരു മുഅല്ലിമിൻ്റെ എല്ലാ സ്വഭാവത്തെയും വിശുദ്ധ ഖുർആൻ ഒരൊറ്റ കാര്യത്തിൽ മാത്രമായി അള്ളാഹു പറഞ്ഞു വെക്കുന്നുണ്ട്.
നിങ്ങളുടെ ഹൃദയാഴങ്ങളിൽ ചേർന്നു നിൽക്കുന്ന ഒരു പ്രവാചകൻ വരാൻ പോവുകയാണ്. അള്ളാഹു പഠിപ്പിക്കുകയാണ്, മിൻ അൻഫുസിക്കും, നിങ്ങളിൽ നിന്ന് തന്നെ ഒരു പ്രവാചകൻ വരുന്നു. ആ പ്രവാചകന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അസീസുൻ അലൈക്കും, നിങ്ങൾക്കുമേൽ വലിയ അസീസ്, നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ, അനിത്തും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ അതിലെല്ലാം വല്ലാതെ വിഷമിക്കുന്ന ഒരാളാണ്. അതുമാത്രവുമല്ല റഊഫും റഹീമുമാണ്, വലിയ കാരുണ്യവാനും വലിയ കൃപാലുവുമാണ്. മുഅ്മിനീങ്ങളോട് വലിയ അർത്ഥത്തിലുള്ള ബന്ധം പുലർത്തുകയും ഹരീസുൻ, നന്മയിൽ അത്യാഗ്രഹം പൂണ്ടുകൊണ്ട് ഒരു ജനതയെ സംസ്കരിക്കാൻ വേണ്ടി നിരന്തരമായി പണിയെടുക്കുകയും ചെയ്യുന്നയാളാണ്. ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതകളെക്കുറിച്ച് പറയാണ്. നബിയുടെ ദൗത്യത്തെക്കുറിച്ച് പറയുമ്പോഴും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു വച്ചതെല്ലാം ആ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുബശ്ശിറാണ് എന്ന് പറയുകയായിരുന്നു, സിറാജാണ് എന്ന് പറയായിരുന്നു, മുനീറാണ് എന്ന് പറയായിരുന്നു. ഈ മൂന്ന് വലിയ പ്രയോഗങ്ങൾ പറയുമ്പോഴാണ് അല്ലാഹു നദീറാണെന്ന് പറഞ്ഞിട്ടുള്ളൂ. മുന്നറിയിപ്പിനേക്കാളും പ്രധാനമാണ്, നിങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നയാളാണ് മുബശ്ശിർ. നിങ്ങളുടെ ഹൃദയാഴങ്ങളിൽ നിങ്ങൾക്ക് വെളിച്ചം പകരാൻ കഴിയുന്ന വിധം നിരന്തരമായ പ്രകാശത്തെ സ്ഫുരിപ്പിക്കുന്ന വിധമുള്ള ഒരു അധ്യാപകനാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂലിനെ അള്ളാഹു വിശേഷിപ്പിച്ചു. ഇതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാ രീതികളും അങ്ങനെയായിരുന്നു. നബി തിരുമേനി തന്നെ അഭിമാനപൂർവ്വം പറഞ്ഞു, ഞാനൊരു മുഅല്ലിമായിട്ടാണ് അയക്കപ്പെട്ടയാൾ. ഇന്നമാ ബുഇസ്തു മുഅല്ലിമൻ, ഞാൻ മുഅല്ലിമായി നിയോഗിതനായ ആളാണ് എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അധ്യാപകനായിട്ടാണ്. എന്നാലോ ആ അധ്യാപകൻ്റെ പ്രത്യേകതയോ, ആ അധ്യാപകൻ്റെ പ്രത്യേകത നിങ്ങൾ പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ ഉറഞ്ഞു വന്നിട്ടുള്ളൊരു അധ്യാപകനല്ല പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില സമയങ്ങളിലെങ്കിലും അങ്ങനെ ഒരു ഉസ്താദുമാരെ കുറിച്ചുള്ള ഒരു ധാരണ പരത്താറുണ്ട്. വലിയ ഒരു ചൂരൽ വടിയുമായി നിൽക്കുന്ന, മുട്ടാളഭാവവുമായി നിൽക്കുന്ന ഒരാളെന്ന് അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് പുണ്യനബി തന്നെ പറഞ്ഞു വച്ചതും സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ പ്രിയപ്പെട്ട അനുയായികളെ അങ്ങനെ പ്രബോധനത്തിന് വേണ്ടി അയക്കുമ്പോൾ റസൂലുള്ള പറഞ്ഞതും ഇങ്ങനെയല്ല. മറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അയക്കപ്പെട്ടത് തന്നെയും ആളുകൾക്ക് സന്തോഷം പകരാൻ കഴിയുന്ന വിധം ആളുകൾക്ക് പ്രബോധനം ചെയ്യാനാണ്. അതുകൊണ്ട് നിങ്ങൾ പോകുന്ന എല്ലാ സ്ഥലത്തും ചെയ്യേണ്ട പണിയും അതായിരിക്കണം. റസൂലുള്ളാഹി അവിടുത്തെ അനുയായികളിലെ രണ്ട് പ്രമുഖരായ സ്വഹാബാക്കളെ യമനിലേക്ക് അയക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബശ്ശിറ വലാ തുനഫിറ, യസ്സിറ വലാ തുഅസ്സിറ. ഇത് അധ്യാപനത്തിൻ്റെ തന്നെയും ഏറ്റവും നല്ല മാതൃകയാണ്. ബശ്ശിറ വലാ തുനഫിറ, ആളുകൾക്ക് സന്തോഷകരമായ വിധമായിരിക്കണം പ്രബോധനം ചെയ്യേണ്ടത്. ആളുകളെ ഓടിക്കരുത്. തൻഫീർ, അട്ടിപ്പഴിക്കലാണ്. ഇന്നിപ്പോൾ ആ പദത്തിന് ഇന്ത്യയിൽ ആകമാനം വലിയ പ്രസക്തിയുള്ള കാലാണ്. നഫ്രത്ത് അറബിയിൽ നിന്ന് വന്ന പദമാണത്. ഇന്ത്യയിൽ ഒരു ചെറുപ്പക്കാരൻ നിരന്തരം ആ പദപ്രയോഗം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. വെറുപ്പിൻ്റെ കമ്പോളം എന്ന് അദ്ദേഹം പറയുമ്പോൾ അതിനുള്ളത് നഫ്രത്താണ്, തൻഫീർ, അട്ടിയോടിക്കലാണ്. ആളുകളെ വിദ്വേഷം ഉണ്ടാക്കിയെടുത്ത് ഓടിക്കുകയല്ല നിങ്ങളുടെ പണി. ബശ്ശിറ, തബ്ശീർ, നിങ്ങൾ ആളുകൾക്ക് സന്തോഷം കൊടുക്കണം എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. നിങ്ങൾ ആളുകളുടെ മുമ്പിൽ ചെല്ലുമ്പോൾ ഈ മതത്തെ വല്ലാതെ ഗൗരവതരമായി അവതരിപ്പിക്കുകയല്ല വേണ്ടത്. അതിനെ അനായാസം ചെയ്യാൻ സാധിക്കുന്ന വിധത്തിൽ ലളിതമായി അതിനെ പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പുണ്യനബി പഠിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനൊക്കെ റസൂലുള്ളാഹി ഉപയോഗിച്ച മനഃശാസ്ത്ര രീതി തന്നെ അത്ര മനോഹരമായിരുന്നു. സ്വഹാബാക്കൾ അത്ര പരിഷ്കൃതരൊന്നും ആയിരുന്നില്ലല്ലോ. ഖുർആൻ തന്നെ പറയുന്നു, അവർ വളരെ അസംസ്കൃതമായിരുന്ന ഒരു സമൂഹമായിരുന്നു. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, വളരെ അധപതിച്ച ഒരു ജനത. ലോകത്തെ എല്ലാ ചരിത്രകാരന്മാരും അത്രമേൽ അധപതിച്ച ഒരു ജനതയെക്കുറിച്ച് മറ്റൊരു ഉദാഹരണം പറയാത്ത വിധം ഏറ്റവും ആദ്യത്തെ ഉദാഹരണമാക്കിയ ഒരു ജനവിഭാഗം. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, നേരത്തെ വളരെ മോശമായിരുന്നു.
പക്ഷെ അവരുടെ മുമ്പിൽ ചെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ പഠിപ്പിച്ച രീതികളൊക്കെ എത്ര മനോഹരമാണ്. ഒരിക്കൽ നമസ്കാരത്തിലാണ് എല്ലാവരും. ആ സമയത്ത് ഒരാൾ ഒന്ന് ഉച്ചത്തിൽ അങ്ങ് പിന്നെ അയാളൊന്ന് തുമ്മി. ഇതാ അത്തസ റജുലുൻ മിനൽ ഖൗം. അയാൾ തുമ്മിയപ്പോൾ മറ്റൊരു സഹാബി ഫഖുൽതു വാന ഉസല്ലി യർഹമുക്കല്ലാഹ്, നിസ്കരിക്കാണ്, എൻ്റെ കൂട്ടത്തിൽ യർഹമുക്കല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞു. നേരത്തെ അങ്ങനെയാണ് പഠിപ്പിക്കപ്പെട്ടത്, അത് പ്രകാരം. അത് പറഞ്ഞോടുകൂടെ മറ്റു സഹാബാക്കളൊക്കെ ഇയാളെങ്ങനെ തുറച്ചു നോക്കാൻ ഇങ്ങനെ നോക്കുന്ന പോലെ തോന്നി. അപ്പോൾ അദ്ദേഹം വീണ്ടും പറയാൻ തുടങ്ങി, എന്താണ് നിങ്ങളെല്ലാവരും കൂടി എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? നമസ്കാരത്തിലാണ്. എല്ലാവരും കൂടി എന്നെ തുറച്ചു നോക്കുന്നത് ഞാൻ എന്ത് പണിയാ, എന്ത് തെറ്റാ ചെയ്തത്? നമസ്കാരത്തിൽ നിന്നാണ് അതൊക്കെ പറയുന്നതും അതൊക്കെ ചെയ്യുന്നതും. എന്നാൽ അവിടെ വെച്ച് അങ്ങനെ ഒരു വലിയ തെറ്റായ രീതി ചെയ്ത ഒരാളെ ഒരു അധ്യാപകൻ എന്ന നിലക്ക്, ഒരു ഗുരുനാഥൻ എന്ന നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയായിരിക്കണം ശാസിക്കേണ്ടത്? താൻ എന്തടോ ഈ കാണിച്ചതെന്ന് ചോദിക്കണ്ടേ? അങ്ങനെയായിരുന്നില്ല. ആ സ്വഹാബി തന്നെ പറയുന്നു, നമസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ വിളിച്ചു. അദ്ദേഹം പറയാണ്, ഫബി അബി ഹുവ ഉമ്മി മാ റഅയ്തു മുഅല്ലിമൻ ഖബ്ലഹു വലാ ബഅദഹു അഹ്സന മിൻ. എൻ്റെ ഉമ്മ തന്നെ സത്യം, എൻ്റെ വാപ്പ തന്നെ സാക്ഷ്യം. എൻ്റെ മാതാപിതാക്കളെ ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഞാൻ അങ്ങ് ഏൽപ്പിച്ചു സമർപ്പിക്കുന്നു എന്നർത്ഥത്തിലാണ് ആ പ്രയോഗം നടത്തുന്നത്. എന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതത്തിൽ മുമ്പോ ശേഷമോ ഇതുപോലൊരു നല്ല അധ്യാപകനെ ഞാൻ കണ്ടിട്ടില്ല. ഏറ്റവും നല്ല അധ്യാപകനായി. എന്നിട്ട് എന്താ റസൂലുള്ളാഹി ചെയ്തത്? മാ കഹറനി വലാ ലറബനി വലാ ശതമനി. അവിടെ നിന്നെ ശാസിച്ചില്ല, എന്നോടൊന്നും ഒരു കുറ്റവും പറഞ്ഞില്ല, മറിച്ച് എന്നെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്ന ഹാദിഹി സ്വലാത്ത ലാ യസ്ലഹു ഫീഹാ ശൈഉൻ മിൻ കലാമിൻ നാസ്. ഈ നമസ്കാരങ്ങൾ എന്ന് പറയുന്നത് അതിലൊക്കെ ആളുകൾ അങ്ങനെ സംസാരിക്കാൻ പാടില്ല. അങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല. ഇന്നമാ ഹുവ തസ്ബീഹു വത്തക്ബീറു വഖിറാഅത്തുൽ ഖുർആൻ. അത് ചില തസ്ബീഹുകളും ചില തക്ബീറുകളും അതോടൊപ്പം തന്നെ ഖുർആൻ പാരായണവും ഒക്കെയാണ്. അതായത് നമസ്കാരത്തിൽ ആവശ്യമായിട്ടുള്ള അത്തരം കാര്യങ്ങളാണ്. അല്ലാത്തതൊന്നും പറയാൻ പാടില്ല. അത് പറയാൻ റസൂലുള്ളാഹി ഉപയോഗിച്ച രീതിയാണ്. അത് അനുഭവിച്ച സ്വഹാബി പറയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു അധ്യാപകനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു ശാസനയുടെ ഒരു നോട്ടം പോലും അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആ മനുഷ്യൻ്റെ നേരെ നോക്കുന്നില്ല. മറിച്ച് അയാളെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നു, ഇങ്ങനെയല്ലട്ടോ നിസ്കാരം. അതാണ്. വേറെയും തിരിച്ചും പറയാം, എന്തൊരു ബോധമില്ലായ്മയാണ് താൻ കാണിച്ചത്, എത്ര കാലം ഞാനിത് പറഞ്ഞു തന്നതാണ്, എന്നിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കാൻ ഇത്ര വിഡ്ഢിയായി പോയോ എന്നൊരു ചോദ്യം ചോദിക്കാമായിരുന്നില്ലേ? അങ്ങനെ ചോദിച്ചാൽ ആ അധ്യാപകൻ ഏറ്റവും ക്രൂരനായ, മാതൃകയില്ലാത്ത, നീതിബോധമില്ലാത്ത അങ്ങനെ ഒരു അധ്യാപകൻ എന്ന തരത്തിലായിരിക്കപ്പെടണമായിരുന്നു അതിനെ കുറിക്കപ്പെടേണ്ടിയിരുന്നത്. പക്ഷേ ഈ ശിഷ്യൻ അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് പറഞ്ഞു, ഞാൻ എൻ്റെ ഹബീബിൻ്റെ മുഖത്ത് ഒരു കോപത്തിൻ്റെ ചെറുരാഞ്ചന പോലും കാണാത്ത വിധം ഏറ്റവും നല്ല അധ്യാപകനായി മുഹമ്മദ് മുസ്തഫ നിന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെമ്പാടും കാണാനാവും. അധ്യാപകർ പഠിപ്പിക്കുമ്പോൾ എന്തായിരിക്കണം എന്ന് ഈ മുഹമ്മദ് മുസ്തഫയിൽ നിന്നല്ലാതെ മറ്റെവിടെ നിന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കിട്ടേണ്ടത്? അതുകൊണ്ടാണല്ലോ മസ്ജിദിൽ മൂത്രമൊഴിച്ചു പോയി ഒരാൾ, അയാളെ തല്ലിയാൽ അയാളെ അന്ന് തന്നെ അവസാനിപ്പിച്ചു കളയേണ്ട ഒരവസ്ഥയിലായിരിക്കാം ഇന്നൊക്കെയാണെങ്കിൽ നമ്മുടെ മനോഭാവമെങ്കിൽ, മസ്ജിദിൽ മൂത്രമൊഴിച്ച ആളെ കണ്ടപ്പോൾ സ്വഹാബാക്കളൊക്കെ വട്ടം കൂടി നിൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ആ മനുഷ്യനെ വിടൂ. എന്നിട്ട് ഒരല്പം വെള്ളം കൊണ്ടുവന്ന് അതിലൊഴിച്ച് അത് ആ നജസ് ശുദ്ധീകരിക്കൂ. എന്നിട്ട് അയാളെ വിളിച്ച് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അത് ചെയ്യരുത് കേട്ടോ ഇനി മേലിൽ. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് സ്വഹാബാക്കളോട് പറഞ്ഞു, ഇന്നല്ലാഹ ലം യബ്അസ്നി മുഅന്നിത്തൻ വലാ മുതഅന്നിത്തൻ. ഇതൊരു അധ്യാപകൻ്റെ ഏറ്റവും വലിയ മുദ്രയായിരിക്കണം എന്ന് പഠിപ്പിക്കുകയാണ്. ഇന്നല്ലാഹ ലം യബ്അസ്നി, എന്നെ അള്ളാഹ് അയച്ചിട്ടില്ല, മുഅന്നിത്തൻ മുതഅന്നിത്തൻ, ഷാഠ്യം കാണിക്കുന്ന ഒരാളായിട്ട് എന്നെ അയച്ചിട്ടില്ല. കണ്ടപാടും ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്ന ഒരാളായിട്ടല്ല എന്നെ അയച്ചത്.
ശാസിക്കുകയും ഒക്കെ ചെയ്യാം. പക്ഷെ ഒരു അധ്യാപകൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാതൃകയും അയാളുടെ ഏറ്റവും വലിയ സവിശേഷതയും ആകേണ്ടത് അയാൾ എപ്പോഴും ബഷാറത്തുള്ള ആളായിരിക്കണം എന്നാണ് മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അയാൾ സംസ്കാരങ്ങളുടെ നിർമ്മാതാവാണ്. അയാളോളം ഉന്നതനായ മറ്റൊരാൾ എവിടെയാണുള്ളത്? അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞു, ഒന്ന് പരിശുദ്ധ ഖുർആനിൻ്റെ പാഠം, പിന്നെ അതിൻ്റെ അധ്യാപനം, അതിൻ്റെ അധ്യയനം എന്ന് പറയുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊന്നും ഈ ഭൂമിയിൽ ചെയ്യാനില്ല. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. ഖൈറുക്കും നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ മൻ തഅല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിക്കുന്ന ആളാണ്, വഅല്ലമ അത് പഠിപ്പിക്കുന്ന ആളാണ്. അധ്യയനവും അധ്യാപനവുമാണ് ഏതിൻ്റെ? പരിശുദ്ധ ഖുർആനിൻ്റെ. കാരണം അവരെക്കുറിച്ചാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ ഖുർആൻ പ്രത്യേകം അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറയുന്നത് തന്നെ അത്തരം ആളുകൾക്ക് ആണ്. അള്ളാഹു തന്നെ പറഞ്ഞു, അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്തൊരു പറ്റം ആളുകളെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ കിതാബിൻ്റെ അനന്തരം കൊടുത്തു എന്നാണ്. ثم أورثنا الكتاب الذين اصطفينا من عبادنا. നമ്മുടെ അടിമകളിൽ നിന്ന് നാം പ്രത്യേകം തെരഞ്ഞെടുത്തൊരു പറ്റം ആളുകൾക്കാണ് ഖുർആനിൻ്റെ അനന്തരം കൊടുത്തത് എന്ന് പറഞ്ഞാൽ ഖുർആൻ പഠിക്കാൻ, ഖുർആൻ പഠിപ്പിക്കാൻ, ഖുർആൻ പ്രചരിപ്പിക്കാൻ. ഖുർആൻ എന്ന് പറയുന്ന ഒരു ലോക സംസ്കൃതിയുടെ തന്നെ ഏറ്റവും വലിയ അമൂല്യമായ പ്രഭവകേന്ദ്രത്തെ പഠിപ്പിക്കാനും പറഞ്ഞു കൊടുക്കാനും ഒക്കെ കഴിയുന്നു എന്നതിനേക്കാൾ വലിയ മെച്ചപ്പെട്ട മറ്റൊരു ജോലിയുമില്ല എന്ന് മുഹമ്മദ് മുസ്തഫ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ. അവിടെ ഖുർആൻ ഉപയോഗിച്ച പ്രയോഗത്തെയാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ. കാരുണ്യവാനായ പടച്ചവൻ അവൻ ഖുർആനിനെ പഠിപ്പിച്ചു തന്നു എന്നാണ്. അപ്പോൾ അള്ളാഹു എന്ന മുഅല്ലിമിൻ്റെ പ്രത്യേകതയായ അള്ളാഹു അവനെ തന്നെ വിശേഷിപ്പിച്ചത് റഹ്മാൻ എന്നാണ്. റഹ്മത്തില്ലാതെ ഒരു അധ്യാപകനില്ലെന്നർത്ഥം. റഹ്മത്ത്, കാരുണ്യവാനായ അള്ളാഹു അല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിച്ചു. അല്ലമൽ ഇൻസാൻ, മനുഷ്യനെ പഠിപ്പിച്ചു. അല്ലമഹുൽ ബയാൻ, അവനെ സമൂഹത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള ഭാഷയും സംവിധാനവും ആശയവും എല്ലാം അടങ്ങുന്ന വിധം ജനങ്ങൾക്കിടയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയത്തിന് സാധ്യമാകുന്ന രീതിയിലുള്ള ഭാഷയും സംസ്കാരവും എല്ലാം അള്ളാഹു പഠിപ്പിച്ചു. അല്ലമഹുൽ ബയാൻ, ബയാൻ നമുക്ക് പരസ്പരം സംസാരിക്കാൻ കഴിയുന്നൊരു ഭാഷ, അതിനാകുന്ന ഉള്ളടക്കം, ഒരു സംസ്കാരം, അതെല്ലാം അള്ളാഹു പഠിപ്പിച്ചു തന്നു. അവിടെ അള്ളാഹു ഉപയോഗിച്ച പ്രയോഗമാണ് അല്ലമ, പഠിപ്പിച്ചു. ആരാ പഠിപ്പിച്ചത്? അർ-റഹ്മാൻ, റഹ്മാനാകുന്ന അള്ളാഹു റബ്ബുൽ ഇസ്സത്താണ് പഠിപ്പിച്ചത്. ഏതു സമയത്തും അങ്ങനെ ഒരു, എല്ലാ നിലയിലും അങ്ങനെ ഒരു ചിന്തയാണ് ഒരു അധ്യാപകനിൽ ഉണ്ടാകേണ്ടത് എന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചു തരാൻ. എന്തിനാണത്? അവൻ ഏറ്റവും ആദ്യം ചെയ്യേണ്ട പണി അവനവനെ സംസ്കരിക്കുകയും അതോടൊപ്പം തന്നെ സംസ്കരിക്കുക എന്ന് പറയുന്ന ഒരു ബാധ്യത ഏറ്റെടുക്കുകയുമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞപ്പോഴും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത് യുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ്. യുസക്കീഹിം, അവരെ സംസ്കരിക്കും. അവരുടെ ഓരോ കാര്യത്തിലും ഒരു നല്ല അധ്യാപകൻ എന്ന് പറയുന്നത് നിരന്തരമായ ഒരു വിദ്യാർത്ഥിയുടെ എല്ലാ ജീവിത വഴിയിലും അയാളിൽ സമഗ്രമാകും വിധം, ഒരു വളരെ കോംപ്രിഹെൻസീവ് എന്ന് പറയാവുന്ന സമഗ്രമായ അർത്ഥത്തിൽ ആ വിദ്യാർത്ഥിയുടെ ജീവിതത്തിൻ്റെ ധാർമ്മികമായ പുരോഗതിയെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ കഴിയുന്ന തസ്കിയത്ത് അയാൾക്ക് കൊടുക്കാനാവും. അത് റസൂലുള്ളാഹി കൊടുത്തതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ എല്ലാം ആ അധ്യാപകൻ്റെ പ്രത്യേകത ഖുർആൻ പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. ആളുകളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പുണ്യനബി പോയത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പണി നിരന്തരം ചെയ്തത്. നമ്മൾ ഇന്ന് വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ മതം എന്നത് വെറുതെ ഒരു കേവലം ഒരു ആചാരമായി പഠിപ്പിക്കപ്പെടേണ്ട ഒന്നായി കാണരുത്. അതാണ് ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ ആമുഖത്തിൽ സൂചിപ്പിച്ച പോലെ നമുക്ക് ഇവിടെ കിട്ടിയ ഒരു സൗഭാഗ്യം എന്ന് പറയുന്നത് മറ്റെവിടെയും കിട്ടിയിട്ടില്ല. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ പോയാലും നമുക്കിത് കാണും. ഈ മുസ്ലിങ്ങളെ കാണാം. പക്ഷേ ഈ മുസ്ലിങ്ങൾക്ക് ആവശ്യമായൊരു സംസ്കാരം കൊടുക്കപ്പെടുന്ന ഒരു മതവിദ്യാഭ്യാസത്തിൻ്റെ ഒരു വ്യവസ്ഥാപിത സംവിധാനം നമുക്ക് കാണാൻ കഴിയില്ല.
എന്തിനാ ഇങ്ങനെ സമസ്തയെക്കുറിച്ചും ഒക്കെ പറയുന്നതെന്ന് ചോദിച്ചാൽ നന്ദി കൊണ്ടാണ്. ഞാൻ എൻ്റെ നന്ദി പറയാൻ, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കേൾക്കാം. ഞാൻ എൻ്റെ നന്ദി പറയാൻ. ലം യഷ്കുരിന്നാസ ലം യഷ്കുരില്ല. ജനങ്ങളോട് നന്ദി ചെയ്തില്ലെങ്കിൽ അള്ളാഹുവിനോട് നന്ദി ചെയ്തില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എനിക്ക് പറയാൻ തോന്നുന്നത് ഇതാണ്, ഈ കഴിഞ്ഞ കാലങ്ങളിലൂടെ ജീവിച്ചു പോയ കുറേ മനുഷ്യർ, അവർ വിഭാവന ചെയ്ത, അവർ പ്രവർത്തിച്ച അവരുടെ കർമ്മമണ്ഡലം എന്നതിൻ്റെ ഓർമ്മകളില്ലാതെ പോയാൽ നമ്മൾ അവരോട് നന്ദി കാണിക്കുന്നില്ലെന്ന് പറയേണ്ടി വരും. നോക്കൂ, കേരളം എന്ന് പറയുന്ന ഒരു കൊച്ചു സംസ്ഥാനത്ത് 945 സമസ്തയുടെ അഭിവന്ദ്യ നേതൃത്വത്തിൻ്റെ മുമ്പിലാണ് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ പറഞ്ഞത്, നമുക്ക് മതവിദ്യാഭ്യാസത്തിന് സംവിധാനം വേണം. മതവിദ്യാഭ്യാസത്തിന് സംവിധാനം വേണമെന്ന് പറയുമ്പോൾ രാജ്യം സ്വതന്ത്രമായിട്ടില്ല. സ്വതന്ത്രമാവാത്ത ഇന്ത്യയെന്നും പോലും പറയാനാവില്ലല്ലോ. കുറേ പ്രാദേശിക രാജ്യങ്ങൾ, പ്രദേശങ്ങൾ, നാട്ടുരാജ്യങ്ങളൊക്കെ കൂടിച്ചേർന്ന് നിൽക്കുന്ന ഒരു യൂണിയൻ. അങ്ങനെയുള്ള ഒരു സമയത്ത്, ഒരു കാലത്ത് 945 സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ അങ്ങനെ ഒരു വർത്തമാനം പറയാൻ. അതാണ് 51 വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചുകൊണ്ട് സമസ്ത സാക്ഷാത്കരിച്ചത്. അതിന് ഇന്നിപ്പോൾ കാണുന്നത് ലക്ഷക്കണക്കിന് അധ്യാപകരാണ്. അവർക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള, അവരെയും മനഃശാസ്ത്രപരമായി എങ്ങനെ ശിക്ഷണം, എങ്ങനെ അധ്യാപനം, എങ്ങനെ അധ്യയനം എന്നൊക്കെ തന്നെ പഠിപ്പിക്കാൻ വേണ്ടി തദ്രീബ് എന്ന രീതിയിൽ അതിന് വേണ്ട പരിശീലനങ്ങൾ നൽകാൻ വേണ്ടി 100 കണക്കിന് മുദർരിബുമാർ എന്ന് പറഞ്ഞാൽ കൃത്യമായി ഇതിൻ്റെ അധ്യാപന പാഠങ്ങളെക്കുറിച്ച് പഠിപ്പിക്കാൻ, മനഃശാസ്ത്ര വിശകലനങ്ങളോടുകൂടെ പഠിപ്പിച്ചു കൊടുക്കാൻ അതിനും അത്ര സുസുക്ഷിതരായിട്ടുള്ള ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. കേവലം കുറേ ഒരു മദ്രസ തുടങ്ങാൻ ആവശ്യമായ സംവിധാനങ്ങളോ അതിനു വേണ്ട ഒരു സംവിധാനത്തിന് ഒരു സിലബസോ മാത്രമല്ല ഉണ്ടാക്കിയത്. നിരന്തരമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അതിനുവേണ്ട അധ്യാപകരെ പരിശീലിപ്പിക്കാനും എങ്ങനെ പഠിപ്പിക്കണമെന്ന് മാറി മാറി വരുന്ന സാമൂഹിക കാഴ്ചപ്പാടുകളുണ്ട്. മാറി മാറി വരുന്ന തലമുറകളുടെ സ്വാഭാവികമായിട്ടുള്ള അവരുടെ കാഴ്ചപ്പാടുകളുടെ മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങളെ എങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് പഠിപ്പിക്കണമെന്നും കൂടി പഠിപ്പിക്കപ്പെടുന്ന രീതിയിലുള്ള ശിക്ഷണ രീതികൾ അത് പഠിപ്പിച്ചു കൊടുക്കും. കുറെ കൂടി ആധുനികമായ ഒരു സംവിധാനത്തിലേക്ക് പോകുന്നു. പഴയ പോലെ അല്ലല്ലോ. പക്ഷേ എല്ലായ്പ്പോഴും പ്രസക്തമായ ഒരു ആയത്ത് എന്ന് പറയുന്നത് കലമാണ്. എന്ന് പറഞ്ഞാൽ ഏതു സമയത്തും കലം, അതായത് ഒരു പേന എന്ന് പറഞ്ഞാൽ ഈ പറയുന്നതിനെ എല്ലാത്തിനെയും കൃത്യമായി എഴുതാൻ കഴിയുന്ന എല്ലാ സംവിധാനവും, അത് ഏത് കാലത്തെ, ഏത് രീതിയെ, ഏത് വ്യവസ്ഥാപിതമായ സംവിധാനത്തെ ഉപയോഗിച്ചാലും എഴുതുക എന്ന് പറയുന്ന പരിപാടി എന്നുവരെ ഉണ്ടോ അപ്പോഴൊക്കെ ഈ കലം പ്രസക്താണ്. വൽ കലം, അള്ളാഹു ഖലം എന്നാണ് പറയുന്നത്. വൽ ഖലമി വമാ യസ്തുറൂൻ, പേന തന്നെ സത്യം. അതുകൊണ്ടാണ് മനുഷ്യൻ ഈ എഴുത്തൊക്കെ എഴുതുന്നത്. ലോകത്തെ വിജ്ഞാനങ്ങളുടെ മുഴുവൻ വികാസത്തിൻ്റെയും അതിൻ്റെ മാധ്യമം എന്ന് പറയുന്നതിൽ ഒന്ന് ഇതാണ്. അത് കമ്പ്യൂട്ടറായാലും അത് ടാബായാലും ഇനി ആധുനികമായി വരുന്ന എന്തു സംവിധാനമായാലും ആ സംവിധാനത്തിൻ്റെയൊക്കെ ഉള്ളിൽ ഇങ്ങനൊന്ന് വരച്ചു വെക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു ഉപകരണമുണ്ടോ? അൽ ഖലം, അത് കലമാണ്. ആ കലം ഉപയോഗിച്ചിട്ട് ലോകത്താകെ പടർത്തുന്നതാണ് ഈ വിജ്ഞാനം. അത് തുടങ്ങിയത് മുതൽ ഖുർആൻ പറഞ്ഞു തുടങ്ങിയത് മുതൽ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഞാൻ അതിൻ്റെ വലിയ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. നോക്കൂ, ആദ്യം ലോകത്തോട് പറയാൻ മറ്റെന്തൊക്കെ പറയാനുണ്ടായിരുന്നു? പല ഗ്രന്ഥങ്ങളും എടുത്ത് വായിച്ചാൽ, പല മതഗ്രന്ഥങ്ങളെ അല്ലെങ്കിൽ ആശയപരമായി അത്തരം ചിന്തകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥങ്ങൾ എടുത്ത് വായിച്ചാൽ അതിലൊക്കെ വേറെ പലതും തുടങ്ങിയിട്ടാണ് പലപ്പോഴും വിജ്ഞാനവുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് വരാറ്. ഇപ്പൊ ഭഗവത്ഗീത തുടങ്ങുന്നത് തന്നെ യുദ്ധം ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ നിൽക്കുന്നവരെ കുറിച്ച് ചോദിക്കുന്ന രാജാവും ചോദ്യത്തിന് ഉത്തരം നൽകുമ്പോൾ അതിനുശേഷം വിഷാദത്തിൻ്റെ കഥനവുമായി നിൽക്കുന്ന അർജുനനെ ഉപദേശിക്കുന്ന ശ്രീകൃഷ്ണനും എല്ലാം കൂടി നിൽക്കുന്നതാണ് ഭഗവത്ഗീത. ഞാൻ ആരോടാ യുദ്ധം ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ യുദ്ധം ചെയ്യണം എന്ന് പറയുന്നത്. കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന, ഞാൻ ആരോടാണ്, ഭീഷ്മരോടും ദ്രോണാചാര്യരോടും ഞാൻ ഇങ്ങനെ യുദ്ധം ചെയ്യണോ എന്ന് ചോദിക്കുന്ന ചോദ്യം. അപ്പോൾ ആ മനോവേഷമൊക്കെ മാറ്റിവെച്ച് നീ യുദ്ധം ചെയ്യണം എന്ന് പറയുന്ന ഉത്തരം.
ഇവിടെ ആദ്യം ഒരു മനുഷ്യൻ്റെ കർണപുടങ്ങളിൽ കേൾക്കുന്ന ഇതാണ്, ഇഖ്റ, വായിക്കണം. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ നാമധേയത്തിൽ വായിക്കണം. ഇന്നലെ ആ വായനയുടെ എല്ലാ ഉള്ളടക്കത്തിലേക്കും അത് എത്രമേൽ വിശാലവും എത്രമേൽ വികസിതവുമായാലും എന്താ കുഴപ്പം? ബിസ്മി റബ്ബിക്, അതാണ് പ്രധാനം. അള്ളാഹുവിൻ്റെ തൃപ്തിയിലായിരിക്കണം വായിക്കേണ്ടത്. ഇന്ന് അള്ളാഹുവിനെ മാറ്റിവെച്ച വായനയും പഠനവും എന്ന് പറഞ്ഞാൽ ദൈവത്തെ നിഷേധിക്കുന്ന വായനയും പഠനവും നടക്കാൻ. പക്ഷേ അതിനൊക്കെ സത്യത്തിൽ ധാർമ്മികതയില്ലാതെ പോകും. കുറേ വിവരം, സ്വന്തം അമ്മയെ തിരിച്ചറിയാത്ത വിവരം, സ്വന്തം പിതാവിനെ അറിയാത്ത വിവരം, സ്വന്തം സമൂഹത്തോട് എന്ത് കടപ്പാടെന്നുള്ള ബോധ്യമില്ലാത്ത വിവരം. എല്ലാവരും എല്ലാം എഴുതി വച്ചിട്ടുണ്ട്, എല്ലാവരും പ്രസംഗിച്ചിട്ടുണ്ട്, പക്ഷേ ഈ ബോധ്യമുണ്ടാകുന്നില്ല. ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവും ആധുനിക ഇന്ത്യയുടെ വിദ്യാഭ്യാസ പുരോഗതിയുടെയും കൂടി അതിൻ്റെ ശില്പിയുമായിട്ടുള്ള നെഹ്റു അദ്ദേഹം യൂണിവേഴ്സിറ്റികളെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓരോ യൂണിവേഴ്സിറ്റിയും വരേണ്ടത് ശരിക്കു പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായി മാനവികത പറയാനാകണം. എ യൂണിവേഴ്സിറ്റി സ്റ്റാൻഡ്സ് ഫോർ ഹ്യൂമാനിസം. മാനവികതയെക്കുറിച്ച് പറയാനായിരിക്കണം. ഫോർ ടോളറൻസ്, ഫോർ റീസൺ, ഫോർ ദ അഡ്വഞ്ചർ ഓഫ് ഐഡിയാസ് ആൻഡ് ഫോർ ദ സെർച്ച് ഓഫ് ട്രൂത്ത്. സത്യത്തിൻ്റെ അന്വേഷണമായിരിക്കണം ഓരോ വിദ്യാഭ്യാസ രീതിയും. പക്ഷെ എന്താണ്, ഇന്നതൊന്നും അല്ലാത്ത വിദ്യാഭ്യാസ സംവിധാനങ്ങളാണ്. ഞാനതിനെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. പക്ഷേ ഇവിടെ ഏറ്റവും അടിസ്ഥാനപരമായി അള്ളാഹു പറഞ്ഞു വച്ചത് ആ സത്യത്തെ, കൂടുതൽ പരമമായ സത്യത്തെ അറിയുകയും ധാർമ്മികമായി വ്യവസ്ഥാപിതപ്പെടുകയും ചെയ്തുകൊണ്ടുള്ള ഒരു വിജ്ഞാനം. ആ വിജ്ഞാനത്തെയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ജോലി, ദൗത്യം എന്ന് പറയുന്നത് തന്നെയും ഈ അധ്യാപനാണ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ വഅല്ലമ. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഞങ്ങൾ ഈ അമ്പിയാക്കൾ, ഈ പ്രവാചകന്മാർ, അവർ വേറൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഒറ്റ കാര്യമേ കൊണ്ടുവന്നിട്ടുള്ളൂ. അവർ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി ഇൽമാണ് അനന്തരമാക്കി തന്നതെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ സമ്പത്തൊന്നുമല്ല ഒരു പ്രവാചകനും, സമ്പത്തിൻ്റെ വലിപ്പമല്ല ഒരു പ്രവാചകനെയും കുറിച്ച് പറയുന്നിടത്തുള്ളത്. രാജാധികാരമുണ്ടായിരുന്ന പ്രവാചകന്മാരുണ്ടായിരുന്നു, പക്ഷേ ആ അധികാരത്തെക്കുറിച്ചല്ല, അവരുടെ ജ്ഞാനത്തെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ അവിടുത്തെ വൈജ്ഞാനികമായിട്ടുള്ള അവിടുത്തെ സംഭാവനകളാണ് ഏറ്റവും പ്രധാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അവിടത്തെക്കുറിച്ച് പറയുമ്പോഴും പറഞ്ഞത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഇന്നമാ ബുഇസ്തു മുഅല്ലിമൻ, ഞാനൊരു മുഅല്ലിമായിട്ടാണ് ജനിച്ചത്. ആ മുഅല്ലിമിനെ ആദരിക്കാനും ബഹുമാനിക്കാനും നമുക്ക് കഴിയണം. ഒരു അറബി കവിത ഇങ്ങനെ പറയുന്നുണ്ട്, 2 പേരെ ആദരിച്ചാലേ അവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടൂ. ഒന്ന്, ഇന്നൽ മുഅല്ലിമ വത്തബീബ കിലാഹുമാ, മുഅല്ലിമും ഡോക്ടറും, ലാ യൻസഹാനി ഇദാഹുമാ ലം യുക്റമാ, അവർ ബഹുമാനിക്കപ്പെടുന്നില്ലെങ്കിൽ അവരൊന്നും നല്ലത് ഉപദേശിച്ചു തരൂല. അതൊരു സരസമായിട്ടുള്ള വർത്തമാനാണെങ്കിലും. അതുകൊണ്ട് ഫസ്ബിർ ലിദാഇക ഇൻ അഹൻത തബീബഹു, ഡോക്ടറെ നീ അപമാനിക്കുകയാണെങ്കിൽ പിന്നെ രോഗം ചികിത്സിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകണ്ട. വസ്ബിർ ലി ജഹലിക ഇൻ അഹൻത മുഅല്ലിമാൻ, എപ്പോഴും ജാഹിലായി കഴിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ നടന്നോളൂ, ഒരിക്കലും മുഅല്ലിമിനെ സമീപിക്കുകയും വേണ്ട. കാരണം മുഅല്ലിം എന്ന് പറയുന്നയാൾ ആദരിക്കപ്പെടേണ്ട ആളും കൂടിയാണ്. അയാളെ ചേർത്ത് പിടിക്കണം. നമ്മുടെ നാട്ടിലേക്കുള്ള ഉസ്താദുമാരെ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും പ്രത്യേകിച്ചും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ചെയ്യുന്ന ഒട്ടേറെ പദ്ധതികൾ, മുഅല്ലിം മൻസിലുകൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ വേറെ ആരും ചെയ്തിട്ടല്ല. കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടയിൽ നമ്മൾ കേട്ട കുറേ ആക്ഷേപങ്ങളിൽ ഒന്നാണ് മുഅല്ലിമീങ്ങൾക്ക് ഗവൺമെൻറ് ശമ്പളം കൊടുക്കുന്നു. ഒരു ഗവൺമെൻറ്റും ഒരു നയാ പൈസ പോലും മുഅല്ലിമീങ്ങൾക്ക് കൊടുക്കുന്നില്ല. ഒരധ്യാപകനും, ഇപ്പോൾ നമ്മളൊക്കെ തന്നെ അധ്യാപകരാണ്, ഒരധ്യാപകനും ഒരു ഗവൺമെൻറ്റും ഒന്നും കൊടുക്കുന്നില്ല. ചില ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട എന്തോ ചിലത് നടക്കുന്നു എന്നതിനപ്പുറം ഇവിടെ നിരന്തരം ശമ്പളം കൊടുക്കുന്നത് സമുദായമാണ്. അവരെ ചേർത്ത് പിടിക്കുന്നതും സമുദായമാണ്. സമുദായത്തിന് അങ്ങനെയൊക്കെ നേതൃത്വം കൊടുക്കുകയും ഭാവനാത്മകമായ നേതൃശേഷിയോടുകൂടെ ഈ രീതിയിലൊക്കെയുള്ള ക്രിയാത്മകമായ പദ്ധതികൾ കൊണ്ടുവരികയും ചെയ്യുന്നത് അതിൽ പ്രധാനമായി നിൽക്കുന്ന ഒന്നാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. കാരണം ഈ അധ്യാപകരെ അവരുടെ കഥനങ്ങളും അവരുടെ ജീവിതഭാരങ്ങളും എല്ലാം തിരിച്ചറിഞ്ഞ്
അവരെ ചേർത്ത് പിടിക്കുമ്പോൾ അവർക്ക് അത്തരം കഥനത്തിൻ്റെയും ജീവിതഭാരത്തിൻ്റെയും അതിൻ്റെ തീക്ഷ്ണമായ വഴിയിലൂടെ പോകാതെ തന്നെ അവർക്ക് കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ചെന്ന് നിൽക്കാനാകും. ഇതെല്ലാം എല്ലാ ഭാരവും നെഞ്ചേറ്റി വന്ന ഒരു അധ്യാപകനേക്കാളും എല്ലാം മാറ്റിവെച്ചിട്ട് വരുന്നൊരു അധ്യാപകനെ ഒരു സമൂഹത്തെ പരിവർത്തനം ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അധ്യാപകനെ സ്നേഹിക്കാൻ, ബഹുമാനിക്കാൻ ഖുർആൻ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമേയമാക്കിയതും എന്നല്ല, പിശാചും സത്യവിശ്വാസിയും തമ്മിലുണ്ടാകുന്ന ആദ്യത്തെ വൈര്യത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം പോലും ഒരു അധ്യാപകനെ ബഹുമാനിക്കാൻ കഴിയാതെ പോയ പിശാചിൽ നിന്നാണ്. സയ്യിദുന ആദം അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മുഅല്ലിമിനെ വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, സകല ജ്ഞാനവും ആദം നബി അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ എല്ലാം പഠിപ്പിക്കപ്പെട്ട ശിഷ്യരായ മലക്കുകളോട് ഉസ്തുദു ലി ആദം, ആദമിന് സുജൂദ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഫസജദു ഇല്ലാ ഇബ്ലീസ്, അവിടെ ഇബ്ലീസ് അല്ലാത്തവരെല്ലാവരും സുജൂദ് ചെയ്യുമ്പോൾ എന്തേ അങ്ങനെ ചെയ്യാതിരുന്നത് എന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ അവൻ അഗ്നി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാൻ, മണ്ണുകൊണ്ട് സൃഷ്ടമായ അവന് ഞാൻ സുജൂദ് ചെയ്യുകയോ എന്ന ചോദ്യം ശൈത്താൻ, പിശാച് ചോദിക്കുന്നു. അവിടുന്ന് മുതൽ അബാ വസ്തക്ബർ, അവൻ അന്നു മുതലേ തന്നെ വിസമ്മതത്തിൻ്റെയും കുഴപ്പങ്ങളുടെയും രാജാവായി നിൽക്കുന്നുവെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഒറ്റ കാര്യമാണ്, പഠിപ്പിക്കുന്ന അധ്യാപകനോട് അവമതി കാണിച്ചവൻ പിശാചിന് തുല്യമാകുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയത്തെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരും. അതുകൊണ്ട് ഈ ഉസ്താദുമാരിലൂടെ എത്ര വലിയ ക്രിയാത്മകമായ, എത്രമേൽ മനോഹരവും ഭാവനാത്മകവുമായ ഒരു സമൂഹ നിർമ്മിതിയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് ഉണ്ടാക്കിയെടുത്തത്. അതിനോട് നന്ദി ചെയ്യാൻ നമുക്കെല്ലാവരും ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ഈ വരുന്ന ജൂലൈ 7 ദുആ കൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, മറ്റു പലതുകൊണ്ടും സമസ്ത നൽകുന്ന അത്തരം ആഹ്വാനങ്ങളോടൊപ്പം തന്നെ ഈ ഉസ്താദുമാരെ ചേർത്ത് പിടിക്കുന്ന പദ്ധതികളോട് സഹകരിക്കണം എന്ന് പ്രത്യേകം വിനീതമായി അപേക്ഷിക്കുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇവിടെയും അതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും പറയുന്ന പോലെ ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ സഹായം, പ്രത്യേകിച്ച് ഇതൊരു വൈജ്ഞാനികമായ ഒരു വലിയ പദ്ധതിയാണ്. ഈ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുന്ന സഹോദരന്മാർ ഇനിയും അത് വേണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് പറയാം. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പ്രത്യേകം സഹായിക്കട്ടെ. എല്ലാവരെയും അള്ളാഹു അവരുടെ സംഭാവനകൾ സ്വീകരിക്കുകയും അവർക്ക് രണ്ടു ലോകത്തും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ നിലക്കുമുള്ള ക്ഷേമ ഐശ്വര്യങ്ങളും സുഖങ്ങളും സ്വർഗീയമായ ജീവിതവും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതുപോലെ പ്രധാനമായും ഇവിടെ ഈ കുട്ടികളുടെ പിന്നെ ബാത്റൂം കോംപ്ലക്സിൻ്റെ പണി നടക്കുകയാണ്. അവർക്ക് വേണ്ട ആവശ്യങ്ങൾക്ക്, അവരുടെ കുളി, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്ക്, പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. പള്ളിയുടെ പിറകിൽ നടക്കുന്ന പദ്ധതി പരിപാടികൾ വിജയിപ്പിക്കാൻ നിങ്ങളുടെ പ്രത്യേകമായ സഹായമുണ്ടാകണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. അള്ളാഹു സഹായിക്കട്ടെ. വളരെ പ്രധാനമായും അതോടൊപ്പം ഈ ജുമാ നമസ്കാരം എന്ന് പറയുമ്പോൾ ഖുതുബക്ക് ശേഷം ഇടക്ക് പിന്നെ കൂടുതൽ സമയം ഒന്നും കളയാനില്ല, അങ്ങനെ കളയാൻ പാടില്ല. അതായത് ജുമാ നമസ്കാരത്തിൽ ഖുതുബയും നമസ്കാരവും തമ്മിലുള്ളൊരു വിടവ് കൂടാൻ പാടില്ല. ചെറിയ വിടവാകും, പക്ഷെ കൂടുതലാവാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങളെ പിന്നെ സഫ് നേരെയാക്കാനൊന്നും സമയം കിട്ടില്ല. ഇപ്പം പറയാം, സഫുകൾ കൃത്യമായി നേരെയായിട്ടേ നമസ്കരിക്കാൻ നിൽക്കാവൂ എല്ലാവരും. കാരണം നമസ്കാരത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓട്ടവും ബഹളമൊക്കെ ആവുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. അപ്പോൾ അതുണ്ടാവാതിരിക്കാൻ എല്ലാവരും ഓരോരുത്തരൊന്ന് ശ്രദ്ധിച്ചാൽ അതൊക്കെ നടക്കും. എനിക്കത് പറയാൻ, ഖുതുബ കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷമുള്ള നമസ്കാരത്തിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ സമയമേ പാടുള്ളൂ. അതിനിടയിലുള്ള വിടവ് പാടില്ല എന്നല്ല, അത് നമസ്കാരത്തെയും ഖുതുബയും വേർതിരിഞ്ഞു പോയാൽ അത് ആ രീതിയിൽ പിന്നെ ജുമുഅ ബാത്തിലാകാൻ തന്നെ കാരണമാകുന്ന ഒരു വിടവായി പോകാം. അതൊക്കെ സൂക്ഷിക്കണം എന്നതുകൊണ്ടാണ് പെട്ടെന്ന് ആ സമയത്ത് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് അപ്പം പറയാൻ പറ്റില്ല, ഇപ്പം പറയാണ്, കൃത്യമായി നിങ്ങൾ സഫുകൾ ശരിയാക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.